മസ്തകത്തിൽ പരുക്കേറ്റ ചികിത്സയിലിരിക്കെ ചെരിഞ്ഞ കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ആനയുടെ ജഡം സംസ്കരിക്കാനുള്ള നടപടികൾ അഭയാരണ്യത്തിൽ പുരോഗമിക്കുന്നുണ്ട്. വിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിനി, ഹൃദയാഘാതമാണ് മരണകാരണമെന്ന ഒരു പ്രാഥമിക വിവരമുണ്ടായിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. അതിലെ വിവരങ്ങൾ എന്തൊക്കെ? മറ്റു വിവരങ്ങൾ? വർഷ, പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. പക്ഷേ 9:15 കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അതിനുശേഷം സംസ്കാരത്തിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാരവും പൂർത്തിയാകും. എന്തായാലും ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം ഈ തുമ്പിക്കൈയിൽ ഉണ്ടായിരുന്ന പരിക്ക്, മുറിവിൽ നിന്ന് അണുബാധ തുമ്പിക്കൈയിലേക്ക് വ്യാപിച്ചതും അതോടൊപ്പം തന്നെ ഹൃദയാഘാതവുമാണ് ഈ ആനയുടെ മരണത്തിന് കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം. മറ്റെന്തെങ്കിലും വിവരങ്ങളുണ്ടോ എന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും അതോടൊപ്പം അവയവങ്ങൾ, ഈ ആന്തരിക അവയവങ്ങൾ കൂടുതൽ രാസപരിശോധനയ്ക്കായി അയക്കുന്നുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം കൂടിയാവും മറ്റു കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതിനുശേഷം മാത്രമാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുക എന്ന് ഡോക്ടർമാർ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 19-ാം തീയതിയാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി അതിരപ്പള്ളിയിൽ നിന്നും കോടനാടേക്ക് എത്തിച്ചത്. കോടനാട് അഭയാരണ്യത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ നിർത്തിയായിരുന്നു ആനയ്ക്ക് ചികിത്സ നൽകിയിരുന്നത്. മയക്കം വിട്ടുണർന്ന ആന അന്ന് രാത്രിയോടുകൂടി തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ടാണ് ആനയുടെ അവസ്ഥ കുറച്ച് മോശമായത്. ഈ തുമ്പിക്കൈയിലൂടെ ഉള്ള അണുബാധ ഇന്നലെ വൈകിട്ട് തന്നെ അത് ഡോക്ടർമാർക്ക് ബോധ്യമാവുകയും ചെയ്തിരുന്നതാണ്. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചിരുന്നു. മരുന്നുകളോട് പോസിറ്റീവായി തന്നെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇന്നലെയും ഇന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് വനം വകുപ്പ് നൽകിയിട്ടുള്ള വിശദീകരണം. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഡോക്ടർമാരുടെ ചികിത്സയിൽ ഇരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ആന കുഴഞ്ഞു വീണത്. ഹൃദയാഘാതമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രാഥമിക നിഗമനം. അതുതന്നെയാണ് ഡോക്ടർമാരുടെയും ഒരു വിലയിരുത്തൽ. ഇപ്പോൾ 9:15 പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായി. ഇപ്പോൾ സംസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാര നടപടികൾ പൂർത്തിയാവുകയും ചെയ്യും അഭയാരണ്യത്തിൽ. വർഷ. ശരി തിയോഫിൻ, വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.